ഹലോ ഗായ്സ്, അസ്സലാമു അസ്സലാമലൈക്കും. അലൈക്കും. ഇന്ന് ഞങ്ങൾ എന്തിനാ വന്നിക്കണ വെച്ചാല് ഞങ്ങൾ 2 ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടീന്. രണ്ടീസായിട്ടുള്ളൂ. 3-4 ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടീന്, ഒരു Q&A ഇട്ടാലോ. അപ്പൊ അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറെ കമന്റ് ഉണ്ട് ഞങ്ങളെ പറ്റി, താത്താനെ പറ്റി. അപ്പൊ ഓളെ പറ്റി ഞങ്ങൾ വല്ലാതെ വിശദീകരിച്ചൂല അല്ലേ, ഓൾത് കാരണം ഓൾ ചെയ്യുന്നുണ്ട്, ചെയ്യാന്ന് ഓൾത് പറഞ്ഞേക്കാം. വരാണ്ട്. അപ്പൊ ഞങ്ങളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ചെറിയാപ്പൂന്റെ ഫാമിലിനെ പറ്റി, പിന്നെ ഞങ്ങളെ ഫാമിലിനെ പറ്റി പിന്നെ അറിയുള്ളൂ അല്ലേ. അപ്പൊ ചെറിയാപ്പൂന്റെ ഫാമിലിനെ പറ്റി കുറച്ച് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ കുറെ ആൾക്കാർ കമന്റ് ഇട്ടിങ്ങനെ. അപ്പോ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അതിന് മറുപടി തരുന്നതാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഞങ്ങൾ പേര് വെച്ചിട്ട് ഇങ്ങനെ കമന്റ് വായിച്ച കുലുങ്ങി കളിച്ചു നോക്ക, പേര് വെച്ചിട്ട് ഇങ്ങനെ കമന്റ് വായിച്ച വിചാരിച്ചിന്. അപ്പൊ ചോദിച്ച ചോദ്യം തന്നെ അല്ലേ, റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. ഒരാളല്ല, ഒരു 5 ആൾക്കാർ തന്നെ ഒരേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണേ. അപ്പൊ നമ്മള് ഇങ്ങനെ ഒന്ന് ഇതാക്കി പേര് വെച്ചേക്കണം. ക്യാൻസലാക്കി. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ വേറെ ചോദ്യം ചോദിച്ചാണെങ്കിൽ നമ്മൾ പേര് വെച്ച് വായിച്ചു. ഇതെന്താ അറിയോ, പേര് വെച്ചാൽ പിന്നെ വേറെ ആൾക്ക് ഇടങ്ങാറക്കാരം എന്തോ ചോദിച്ചില്ല, അങ്ങനെ ഒരു ഇത് വരും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെറിയാപ്പൂ വായിച്ചതാണ്. ഫസ്റ്റ് എന്താണ്, ചെറിയാപ്പു ആണ് ഒറിജിനൽ പേര് എന്നാണ്. ഒറിജിനൽ പേര് ചെറിയാപ്പു അല്ല, എന്റെ ശരിക്കുള്ള പേര് റാഷിദ്. പിന്നെ ചെറിയാപ്പു നമ്മളെ പേരിലും ഇവിടെ കേട്ട് ഇങ്ങനെ വിളിക്കൂലേ അത്. പിന്നെ ഒരു തൊരപ്പൻ എന്ന് പറഞ്ഞൊരു പേരുണ്ട്, നാട്ടിൽ ചെക്കന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ വിളിച്ചല്ല, ആദ്യമൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ പിന്നെ തന്ത വൈവായപ്പോഴേ തൊരപ്പനൊക്കെ നിന്നു. അപ്പൊ ചെറിയാപ്പൂ തന്നെ വിളിച്ചാല്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏജ് ഡിഫറൻസ് 7 ഓൾക്ക് 24 31 ഞങ്ങളെ നിശ്ചയം കഴിഞ്ഞത് എനിക്ക് 16-ാമത്തെ വയസ്സിലും ചെറിയാപ്പൂന് 23-ാമത്തെ വയസ്സിലും. നിശ്ചയാട്ടോ. പിന്നുള്ളത് മെയിനായിട്ട് ചെറിയാപ്പൂന്റെ ഫാമിലിയെ കാണിക്കോ, 2-3 ക്വസ്റ്റ്യൻ പിന്നെ ഇമ്മ എവിടെയാണ്, ഉമ്മനെ കാണിക്കോ, ഇപ്പൊ ഇല്ലേ, താത്തമാരെവിടെ, ഇതൊക്കെ പല ആൾക്കാരും ചോദിച്ചതാട്ടോ. അപ്പൊ ഒക്കെ ഒന്നും മിക്സ് ആക്കിയാണ്ട് ഇനി പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അതന്നെ പറയണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പൊ ഇതിൽ ഇമ്മ എവിടെയെന്നുള്ളതാണ്. ഇമ്മാന്റെ ഉമ്മാക്ക് സുഖമില്ലായിരുന്നു, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട്. അപ്പോ അങ്ങോട്ട് പിന്നെ അവിടെ നിൽക്കാൻ അവിടെ ആളില്ല, അവിടെ ഒരു അമ്മായി മാത്രമേ ഉള്ളൂ ഉളപ്പാട്ട്. അപ്പൊ അവിടെ പിന്നെ ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകും. പിന്നെ ഉമ്മ അങ്ങോട്ട് പോകുമ്പോഴേക്കും ചിലപ്പോൾ മറ്റേ ഇവിടുന്നൊക്കെ ഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഉമ്മാന്റെ മുമ്പിൽ ഇവർക്ക് ഒരു മടി ഉണ്ടാവില്ലേ. അതുകൊണ്ട് എനിക്കും ഓൾറെഡി ഉണ്ട്. എന്നാലും ഞാൻ ഇടക്കൊക്കെ വീഡിയോ എടുക്കുമ്പോ ഞാൻ എടുക്കല്, ഉമ്മ ഉണ്ടാകുമ്പോ ഉമ്മയുടെ നിസ്കരിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖം കാണിക്കാതെ എടുക്കലില്ല, അതൊക്കെ ഞാൻ എടുക്കല്, ഓളല്ല. അപ്പൊ അങ്ങനെ ഒന്നുണ്ട്. അപ്പൊ പിന്നെ ഇമ്മ അങ്ങോട്ട് പോകും. പിന്നെ താത്താക്ക് പിന്നെ ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളും, താത്ത ഒരു ചെറിയ ടീച്ചറാണ്, രണ്ടാമത്തെ താത്ത. അപ്പോ ഓക്ക് സ്കൂളൊക്കെ പോകുമ്പോ പിന്നെ അവിടെ ചെന്ന് കുട്ടികളെ അവിടെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവിടെ ഓളും പിന്നെ ഓളെ അളിയനും മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നിൽക്കാൻ, അപ്പൊ പൊതുവെ അങ്ങോട്ടും പോകലുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉമ്മാനെ ഇടയ്ക്ക് ഇവിടെ കാണാത്തത്. പിന്നെ ഇമ്മ പേരിലുണ്ടെങ്കിൽ തന്നെ ഉമ്മാനെ വീഡിയോയില് കാട്ടലില്ല. പിന്നെ അതന്നെ പിന്നെ ഉമ്മാക്ക് ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ ഇതിൽ ഉമ്മാക്കും പെങ്ങന്മാർക്കും ഒന്നും വരുന്നില്ല, ഇഷ്ടം നമ്മൾ ചെയ്യണോണ്ട് പ്രശ്നമല്ല. പിന്നെ ഈ വീഡിയോയില് അങ്ങനെ എന്താ പറയാ, അങ്ങനത്തെ നമ്മള് വീഡിയോയില് ഒന്നാമത്തെ കാണിക്കണ്ടെന്നുള്ള. അവസ്ഥയാണ്, നമ്മള് യൂട്യൂബൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് അറിയില്ല യൂട്യൂബ് എന്താ, യൂട്യൂബൊക്കെ ഇറങ്ങുന്നത് ഞമ്മക്കൊരു പേടിയാണ്. ആ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പോൾ ഓൽക്ക്. ഇതിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതെന്താ സംഭവം എന്നറിയുള്ളൂ. അതുകൊണ്ട് ഓൽക്ക് ഇതിക്ക് ഇറങ്ങാനുള്ള താല്പര്യം ഇപ്പൊ ഇല്ല. ഞമ്മക്ക് നല്ല, ഞങ്ങളെ കുടുംബത്തിൽ കുറെ ആൾക്കാർക്ക് ഉണ്ട്, ഓൽക്ക് ആർക്കും താല്പര്യമില്ല. അപ്പൊ ഞങ്ങള് വീഡിയോയിൽ എന്ന് പറയുന്നത് ഞങ്ങള് ഫസൽ ഫാമിലി ഞങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോ ഓല് പെട്ടാലും ചിലപ്പോ നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ടേ ഡിലീറ്റ് ചെയ്തിട്ടേ നല്ലൊരു ഭാഗമാണെങ്കിലും നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇടുക. കാരണം ഇഷ്ടമല്ലാത്തവർക്ക് നമ്മൾ ഒരിക്കലും ഇടാൻ പാടില്ല. പിന്നെ ഇട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്തിനാ നമ്മളത് ഇട്ടത്, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓൾക്ക് ഇഷ്ടമല്ലാത്തവരെ നമ്മൾ ചെയ്യാനും പാടില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. കാരണം ഓല് കെട്ടിച്ചു വിട്ട പെര ആയതുകൊണ്ട് അവിടെ മോശല്ലേ. പിന്നെന്താണ്, പറയ് ഉമ്മാനെ കാണിക്കും, ഉപ്പല്ലേന്ന്. ചെറിയ ഉമ്മാനെ കാണിക്കാത്ത അതുകൊണ്ടാട്ടോ, ഉമ്മാക്ക് ഇഷ്ടമല്ല, ഉമ്മാക്ക് വരുന്ന അങ്ങനത്തെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഉമ്മാനെ കാണിക്കാത്തത്. എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കണോണ്ട് പ്രശ്നമല്ല. ഇങ്ങനെ എടുത്തോളി, നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള മാതിരി എടുത്തോളൂ. പക്ഷെ എനിക്ക് നിങ്ങളെ കൂട്ടല്ലേ അങ്ങനെയാണ് പറയാം. അപ്പൊ അതുകൊണ്ടാണ് അത് നിർത്തിയത്. താത്തമാർക്കും അതേ അഭിപ്രായമാണ്, നിങ്ങൾ എടുത്തോളി പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് വരാൻ പറ്റൂലടാ എന്ന് പറയും. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറയാം, ഞാൻ അത് വിട്ടു. പിന്നുള്ളത് ഇപ്പൊ എനിക്ക് 1 വയസ്സായപ്പോ തന്നെ മരിച്ചേക്കണേ. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതും ചെയ്തതും ഒക്കെ അമ്മയാണ്, വേറെ ഒരാളും നോക്കിയില്ല, ഒക്കെ അമ്മ തന്നെയാണ്. എന്റെ ചെറുപ്പം മുതൽ, എന്റേന്നല്ല എന്റെ പെങ്ങന്മാരതും എല്ലാവരും. ഞങ്ങൾ പഠിച്ചതൊക്കെ എത്തിങ്ങാനിലാണ്. അന്നത്തെ കാലത്ത് ഭയങ്കര പ്രയാസമാണ്, ഇപ്പത്തെ മാതിരി ഒന്നല്ലല്ലോ. ഇപ്പൊ എന്നൊക്കെ പറഞ്ഞാൽ
പിന്നെ എത്തിയും കുട്ടികളാണെങ്കിലും ഒക്കെ ഒരു നല്ലത് അന്നത്തെ സമയം പറയാ അടപ്പാളി. എങ്ങനെയാന്ന് പറയാച്ചാല് ഒറ്റക്ക് തിരുമ്പി ഒറ്റക്ക് കരഞ്ഞ് ഒറ്റക്കിടങ്ങാറായി ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥ മാസത്തിൽ അല്ലെങ്കിൽ മാസത്തിലൊന്നല്ല, ഇങ്ങനെ സ്കൂളിൽ ലീവ് ഉണ്ടാവില്ല, ഓണപ്പൂട്ട്, ക്രിസ്മസ് അങ്ങനത്തേനൊക്കെ എത്തിങ്ങനെ ഒരു 5 ദിവസം 4 ദിവസം ലീവ്. സ്കൂളിൽ 10 ദിവസം പൂട്ടൂല, അതിൽ 5 ദിവസം മദ്രസ ഉണ്ടാവും, കഴിഞ്ഞൊരു 4 ദിവസത്തിനൊക്കെ നമ്മള് പോരും. അങ്ങനെയൊക്കെ പിന്നെ ചെറിയ അപ്പൊ എത്തിങ്ങാണ്ട് നിർത്തിയത് ഇമ്മ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ പണികളൊക്കെ എടുത്ത് തോട്ടത്തില് അതേമാതിരി കല്ലേറ്റാൻ പോയി, പിന്നെ പ്രസവത്തിന് നിൽക്കാൻ പോക്കുണ്ടേനി, ഇതൊക്കെ ഉണ്ടായിനി. ഇമ്മ അങ്ങനെയാണ് നമ്മളെ വേറെ ആളടുത്ത് പോയിട്ട് ഇങ്ങനെ അതിന്റെ ഒന്നും അവസ്ഥ അങ്ങനത്തെ അവസ്ഥ. എനിക്കൊക്കെ എല്ലാ പെരുന്നാക്കും ഒരു പെരുന്നാൾക്ക് എനിക്ക് ഡ്രസ്സ് ഇല്ലാന്നിട്ടില്ല, എല്ലാം എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ അറിയണം. ഒരു ഫാമിലി കൊണ്ട് നടത്തുമ്പോഴാണല്ലോ അപ്പൊ നമുക്ക് അതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് അറിയാം. ഞാനിപ്പോ ഞാനൊരു പിന്നെ ഒരു ആൺകുട്ടിയല്ലേ, അപ്പൊ ഞമ്മക്കൊരു ഫാമിലി കൊണ്ട് നടത്തണം നമ്മള്. അതല്ല നമുക്ക് ഇപ്പോഴാണ് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ ഞാൻ ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കണം. നമ്മൾ മാരേജ് കഴിയുമ്പോഴാണ് നമ്മളൊരു ഫാമിലി മാൻ ആണത്. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വേദന അറിയണത്. എന്റെ അമ്മയൊക്കെ എത്ര കഷ്ടപ്പെട്ടിരിക്കണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് അറിയണത്. അന്നിപ്പോ നമ്മള് ചെറിയ ചെക്കന്മാർ, അന്നൊക്കെ നമ്മളോട് എന്തൊക്കെ കുയിന്ത് കാട്ടിക്കണ അറിയാം, ദേഷ്യം കാട്ടിക്കണ, ഇച്ച അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഭയങ്കര കുയിന്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ആ സമയത്ത്. അപ്പൊ വാങ്ങി തന്നില്ല, ഞാൻ സങ്കടപ്പെട്ടിരിക്കും, ചിങ്ങളെ വാങ്ങി തന്നില്ലല്ലോ. അന്ന് നമുക്ക് അതിന്റെ വേദന നല്ലോ അറിയുന്നുണ്ട്. പക്ഷെ ചെറിയാപ്പു അങ്ങനെ ലാവശ്യമായിട്ട് ഒരു കുഴപ്പമില്ല ജീവിച്ചേക്കണം. എന്നാലും ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഗൾഫിലാണെങ്കിൽ പോലും ഞങ്ങൾ ഡ്രസ്സ് എടുക്കുക കൊല്ലത്തിൽ ഒരു വട്ടക്കാരം. അറിയങ്ങൾക്ക് ഒരു പെരുന്നാൾക്ക് മാത്രമേ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുള്ളൂ. പിറ്റത്തെ പെരുന്നാൾ വന്നാലേ ആ ഡ്രസ്സ് തന്നെ ഇട്ട് പോകണം. അങ്ങനെ ഇപ്പൊ കുറെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുകൊണ്ട് ഞമ്മളാണ് അതിലാറെ കുറച്ച് ഇടങ്ങേറായിട്ട് ജീവിച്ചത്. പിന്നെ ചെറിയാപ്പൂന് നിശ്ചയം കഴിഞ്ഞാലെയാണ് എല്ലാ പെരുന്നാൾക്കും ഡ്രസ്സ്, ചെരുപ്പിന് ചെരുപ്പ് ഒക്കെ നിശ്ചയം കഴിഞ്ഞാലെയാണ് കിട്ടുന്നത്. ഒരു വലിയ കിട്ടല്ല കേട്ടോ. അപ്പൊ നമ്മളെ ഫാമിലിന്റെ കാര്യം എങ്ങനെയാണ് കേട്ടോ. ഇമ്മാക്ക് ഇങ്ങനെ വീട്ടിൽ വരാൻ ഇഷ്ടമല്ല, പിന്നെ താത്തമാർക്കും അതേ ഒരു മൈൻഡാണ്. അപ്പൊ ഇൻഷാ അള്ളാ ഇപ്പൊ ഭാവിയിൽ നമുക്ക് അപ്പൊ അതങ്ങനെ. പിന്നെ എന്റെ ജോബ് എന്താണെന്നും പിന്നെ അത് സ്വന്തമാണോന്നാണ്. എന്റെ ജോബ് ഞാൻ മൊബൈൽ ഷോപ്പാണ് തിരുപ്പൂര്. അതെനിക്ക് ചെറിയൊരു പാർട്ണർഷിപ്പ് ഉണ്ട് കേട്ടോ. തിരുപ്പൂർ ഷോപ്പിൽ ചെറിയൊരു പാർട്ണർഷിപ്പ് എനിക്കുണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ച സ്കൂൾ എവിടെ, ക്വാളിഫിക്കേഷൻ എത്ര? ഇത് 3 ആൾക്കാർ ചോദിച്ചാട്ടെ. ഏത് ബേച്ചിലായിനി? ബേച്ച് പറയുകയാണെങ്കിൽ 2018-17 തോന്നുന്നുണ്ട്. ഞാൻ പോത്തല്ലേ. ഞാൻ പഠിച്ചത് തിരൂരങ്ങാടിയിലാണ്, ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂള്. അവിടെ ഞാൻ പഠിച്ചതൊക്കെ. പിന്നെ PSMOല് ഫസ്റ്റ് ഇയർ മാത്രം പഠിച്ചിരിക്കണ്. പിന്നെ അവിടുന്ന് ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞപ്പോ ഒറ്റക്കായി. ഞാൻ അതുവരെ എത്തിങ്ങാലാണ്, ഫസ്റ്റ് ഇയർ വരെ ഞാൻ എത്തിങ്ങാലാണ്. അങ്ങനെ ഒറ്റക്കായപ്പോ പിന്നെ അവിടുന്ന് അങ്ങനെയാണ് പോണൊക്കെയാണ്. പിന്നെ ഇന്നിപ്പോ എന്താ പറയാൻ വിചാരിച്ചത്, പിന്നെ എത്ര വരെ പഠിച്ചു? പിന്നെ ബാക്കിയുടെ പിന്നെ അവിടുന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് പോന്നു. ആ കോളേജ് അവിടെ അങ്ങനെ എന്തായി. പിന്നെ രണ്ടാമത് പിന്നെ ഇവിടെ കൊടുത്തേക്കണം, അമൽ കോളേജിൽ കൊടുത്ത്. അമൽ കോളേജിൽ സീറ്റ് കിട്ടി. അമൽ കോളേജിൽ സീറ്റ് കിട്ടുന്നത് പിന്നെ ഇപ്പല്ലാത്തിന്റെ ഒരു പേരിലും കൂടെ ഒരു അവിടെ ഒരു കോട്ട ഉണ്ട്, അങ്ങനെ ഒരു ഓർഫൻ കോട്ട ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് അവിടെ സീറ്റ് കിട്ടുന്നത്. അങ്ങനെ ആ ഒരു ഇത് കിട്ടി. അമലില് ഞാൻ ചേർന്നു. അങ്ങനെ ഡിഗ്രി അവിടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഗൾഫ് കൂട്ടൊക്കെയാണ്. ഞാന് +2 വരെ പോയി. ഡിഗ്രി BCom കഴിഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടിങ്ങിന് പോയി. അത് കഴിഞ്ഞിട്ട് ലാബ് കഴിഞ്ഞിരിക്കുന്നു. അതാണ്. പിന്നെ വീട്ടില് ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഉമ്മ ഉണ്ട്, 2 പെങ്ങന്മാരുണ്ട്, പിന്നെ ഇവളും കുട്ടി. അതില് പെങ്ങന്മാരൊക്കെ കെട്ടിച്ചു കൂട്ടുക കേട്ടോ. അപ്പൊ ഞാനും ഉമ്മയും ഇവലെന്നെ ഉള്ളു. നമ്മളെ വരിയില്ല അറിയില്ലേ, ഉമ്മ, ഇപ്പ, താത്ത, കാക്ക, ഞാന്, ഞങ്ങൾ 5 ആള്. പിന്നെ ഷംനന്റെയും ഷിഫ്നന്റെയും ഏജ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കണേ. എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാനും ഓള് തമ്മിൽ 1-2 വയസ്സിന് മാറ്റുള്ളൂ തോന്നുന്നുണ്ട്. എനിക്കിപ്പോ 24 വയസ്സായി, ഓക്ക് 29. അപ്പൊ 24 അല്ലേ, 25 4 വയസ്സാ ഇതൊക്കെ ഇതുള്ളൂ. ഞാനും ഷെഫീഖും പറയുകയാണെങ്കിൽ 2.5 ആ ലെവലിക്ക് വ്യത്യാസമുള്ളൂ. എല്ലാരും 2.5. പിന്നെ ഷെഫീഖിന്റെ കല്യാണം എന്തായി നയിക്കാരം ഉദ്ദേശിച്ചത്? പിന്നെ ഓക്ക് എത്ര വയസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നയിക്കാരം? പിന്നെ ഓന്റെ ഏജ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഷെഫീഖിന്റെ ഏജ് 26 സ്റ്റാർട്ടിങ് ആണ് ഇപ്പൊ.
പിന്നെ പെണ്ണിന്റെ ഏജ് 20 വരെ പറ്റുള്ളൂ. 20 വരെ നല്ലൊരു കുട്ടിയാണ്. പിന്നെ ഒരു ഡിമാൻഡ് ഉണ്ടോന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഡിമാൻഡ് ഒന്നുമില്ല, നമ്മളടിയില് ചിരിച്ച് കളിച്ചാൻ പറ്റിയ ഒരു കുട്ടിയാണ്, അത്രക്കെ ഉള്ളു. കുറെ പൈസ ആണെന്നോ ഉമ്മ ആണെന്നോ ഒപ്പ ആണെന്നോ അങ്ങനെയൊന്നും നമ്മള് നോക്കുന്നില്ല കേട്ടോ. പിന്നെ വേറെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് വരും. അന്നേലൊക്കെ നിങ്ങളേക്ക് നല്ല കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാ. അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. പിന്നെ സിഫ്നന്റെ ലവ് സ്റ്റോറി പറയോ, ഓളെ തന്നെ ഹോം ടൂർ കാണിക്കുവാണ്. ഇൻഷാല്ലാ ഓള് ചെയ്യാന്ന് പറഞ്ഞേക്കണേ, ചെയ്യും. പിന്നെ ചെറിയാപ്പു ശരിക്കും ഇങ്ങനെയാണോ വീട്ടിൽ, അതോ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതാണോ? നമുക്കിപ്പോ എത്ര നേരം ഇങ്ങനെ അഭിനയിച്ചിരിക്കാൻ കഴിയും? നമ്മളിപ്പോ ഇത്രയും വീഡിയോ നമ്മള് ചെയ്തില്ലേ, അതിലൊക്കെ ഒരേ മാതിരി നമുക്ക് അഭിനയിച്ചിരിക്കാൻ കഴിയൂലല്ലോ. ലിമിറ്റ് കൂടും. കാരണം നമ്മളെങ്ങനെ നിന്നീനത് എങ്ങനെ എന്തായാലും മാറിപ്പോവും. ഞാൻ പിന്നെ നിങ്ങളിത് ചോദിക്കണേണ്ടത് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. നമ്മള് ഇങ്ങനെ പണിയൊക്കെ എടുത്ത് തന്നിട്ട് സഹായിച്ചത് ക്യാമറക്ക് മുന്നിലാണോ? എങ്ങനെ എപ്പോഴും സഹായിക്കില്ല, എന്നാലും നമ്മള് ഇവിടെ വീട്ടിലുണ്ടാവുമ്പോ നമ്മള് ഒന്ന് ചെറുങ്ങനെ തട്ടിമുട്ടി. കാരണം പ്രവാസികളാവുമ്പോ നിങ്ങൾക്ക് അറിയാം, അവിടെ ഇങ്ങനെ വെച്ചുണ്ടാക്കി അടുക്കളയിൽ കയറി ചെയ്യലില്ലോണ്ട് നമുക്ക് വലിയ പണി ഉണ്ടാവില്ല. തുണിയാള് തോരിട്ടേരും. ഇവിടെ വെറുതെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കല്ലേ, അപ്പൊ നമ്മള് അവിടെ വെറുതെ ഇരിക്കണ നേരം എല്ലാരും ഒപ്പം അങ്ങനെ കൂടി അതൊരു രസമല്ലേ, അത്രേ ഉള്ളൂ. ഇറച്ചി മുറിച്ചേരും അങ്ങനെ. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ. ഇപ്പാന്റെ കുറേ ആൾക്കാർക്ക് അറിയാന് ആഗ്രഹമില്ല, കാരണം ഫസ്റ്റ് ഫാമിലി കാരണം പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളെ കമന്റിലും പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. എന്താ വെച്ചാല് ഉപ്പാക്ക് ഒരു സിസ്റ്റർ മാത്രമാണുള്ളത്, പിന്നെ ഉപ്പാന്റെ ബ്രദർ എവിടെ, അവരുടെ ഫാമിലി എവിടെ, അവരെ പറ്റി എന്താ ഒന്നും പറയാത്തത്? അതാണ് ചോദ്യം. ഇതിലിപ്പോ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഓലെ കല്യാണത്തിന് കണ്ടിട്ടില്ല. കല്യാണത്തിന് ഓൾക്ക് കൊറോണ പോസിറ്റീവ് ആയതുകൊണ്ട് ഓല് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കണ്ടത് ഒരു പെരുന്നാൾക്ക്, ഇപ്പൊ കുറച്ച് മുമ്പ് ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന പെരുന്നാളില്ലേ, അന്ന് പോലെ അവിടെ വന്നിക്കണ്. അന്ന് ഞാൻ അവരെ കണ്ടു, ഒരു ചെറിയൊരു നോട്ടം കണ്ടു. പിന്നെ കണ്ടത് ഓലെ ഒരു വലിയ കുട്ടീന്റെ കല്യാണത്തിന് ഇവിടെ പറയാൻ വന്നിരുന്നു, അന്നും ഞാൻ കണ്ടു. ഞാൻ ഈ ഒരു കാണലേ ഓലെ കണ്ടിട്ടുള്ളൂ. ഓരോട് ഇച്ചൊരു വലിയ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും എനിക്കില്ല, ഞാൻ ഓലെ കണ്ടിട്ടുമില്ല. പിന്നെ നിങ്ങൾ അതേ ഒരു അത്ര ഒരു ടച്ച് തന്നെ. നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ഒരു 3 വട്ടം കണ്ടും ചെയ്തിരിക്കണേ. പിന്നെ അത് ഇബൽക്കേ അറിയുള്ളൂ. ഇബലാണ് ചെറുപ്പത്തിലൊക്കെ ഒന്നിച്ച് ഒരു തറവാട്ടിലൊക്കെ ഇബലെല്ലാരും പാടാണ് നിന്നിരുന്നത്. പിന്നെയാണ് എല്ലാവരും മാറി മാറി പെരൊക്കെ എടുത്ത് പോയത്. പിന്നെ ഒന്നാമത് ഓലെ ആപ്പാപ്പ ഗൾഫിലാണ്. ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ വരവിന് ഒരട്ടം കണ്ടു, ഒറ്റട്ടം ഞാൻ കണ്ടു. പക്ഷെ മൂപ്പരിന്റെ ഉപ്പാനൊക്കെ നല്ല അറിയിട്ടോ, ഇവിടെ പഴയ ആളല്ലേ. ഞാൻ മൂപ്പര് ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ മൂപ്പരിന്റെ ഉപ്പാനെ നല്ല അറി. ഇപ്പാന്റെ ഉപ്പൊക്കെ നല്ല ഉണ്ടേനി. അതാണ് ഇപ്പൊ എനിക്ക് പറയാം, എനിക്ക് അത്ര അറിയുള്ളൂ അവരെ കുറിച്ച്. ഞാൻ വല്ലാതെ അവരെ കണ്ടിട്ടില്ല. പിന്നെ ഇവിടേക്ക് വരവും കുറച്ച് കമ്മിയാണ് തോന്നുന്നുണ്ട് എനിക്ക്. ഇങ്ങോട്ട് അങ്ങനെ വല്ലാതെ വരലില്ല. പിന്നെ വല്യമാക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്നുകാണ്ട് കണ്ടു പോകുന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല. എന്താ വെച്ചാല് ഞങ്ങള് ഞാന് 4-5 ക്ലാസ്സിലൊക്കെ ആയപ്പോ ആദ്യം ഒരു തറവാട്ടിലേനി. പിന്നെ ഓല് പൂക്കോട്ടുംപാടം കുഞ്ഞാമാന്റെ അവിടെ സ്ഥലം വാങ്ങി പോലൊരു പെര വെച്ചിട്ട് അവിടെയാണ്. അപ്പം പിന്നെ ഓലിങ്ങനെ വരവ് ഇങ്ങനെ ആഴ്ചയിലായി, പിന്നെ മാസത്തിലായി. പിന്നെ ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോ ആരെങ്കിലും കല്യാണം, മരണം, കുടിയിരിപ്പ് അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോഴായി ഓലെ വരവ്. ഇപ്പൊ ഇനി വല്യമാനെ കാണാന് ഹോസ്പിറ്റലിലേക്ക് പോയിനി, ഓലും മക്കളും എല്ലാരും ഹോസ്പിറ്റലിലേക്ക് പോയിനി. വല്യമാനെ കണ്ടു, പക്ഷെ ആ വീഡിയോയില് കാട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാല് ഞങ്ങള് പറഞ്ഞില്ലേ, വീഡിയോയില് എല്ലാവർക്കും വരുന്ന ഇഷ്ടം ഉണ്ടാവൂല. പിന്നെ എന്താന്ന് വെച്ചാല് ഓലയോടുള്ള കുട്ടികളങ്ങനെ കമ്പനി കുഞ്ഞാമാന്റെ ഇവര് തമ്മിലുള്ള ഇപ്പൊ തറവാട്ടാരും ഇവരും തമ്മിലുള്ള ഒരു കോമ്പോ ഉണ്ടല്ലോ, ആ ഒരു ബോണ്ട്, അത് ഓലേറ്റില്ല കേട്ടോ. അതുകൊണ്ട് പറയാന് അപ്പൊ പറഞ്ഞാല് അനു മോട്ടെ ഞങ്ങളൊരു അടാപോടെ ബന്ധാണ്. എന്തടങ്ങിയിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് പറയാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പം നിന്നിട്ട് ഇതാണ്. പക്ഷെ ഓലേറ്റ് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നാമതെന്ന് പറയാൻ ഓല് വിട്ടുപോയതുകൊണ്ട് ഓല് ഒരു 10-11 വയസ്സായപ്പോ തൊട്ട് ഓല് പൂക്കോട്ടുംപാടാണ്. അപ്പൊ മാറി നിന്നതിന്റെ ഒരു ഡിഫറൻസ് ആവാം. പിന്നെ ഒന്നാമത് ഇങ്ങനെ എന്നേലൊക്കെ വരുള്ളൂ, അതുകൊണ്ട് ഒരു പ്രശ്നമാണ്. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല, കച്ചറ കാര്യോ തെറ്റുപിരിയലോ ഒന്നുമില്ല. ഓല് ഇങ്ങനെ ഇടക്കിടക്കേ വരുള്ളൂ, വല്യമാനെ കാണാനും ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഇനി കമന്റിൽ പറയുന്ന എന്തൊക്കെയോ മൂടി വെക്കണല്ല, ഓല് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ സത്യം അതാണ്, ഇവര് തമ്മിലുള്ള ബോണ്ട് ഓലേറ്റില്ല, അതാണ് അതിന്റെ സത്യം. ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ ഓല് വരാതിന്റെ ആവാം.
പിന്നെ ഫസ്റ്റ് ടൂറ് പോയ സ്ഥലം കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൂറ് പോകാനെ കൊറോണ ലോക്ക് ആയതുകൊണ്ട് തേക്ക് മ്യൂസിയം എല്ലാം അടവൈനി അതില് ഞങ്ങള് പുറത്ത് കറങ്ങാൻ പോയി. ഞങ്ങൾ ആദ്യമായിട്ട് പോയത് നിലമ്പൂര് ജാം ജൂമുക്ക് വമ്പം പാത്രക്കടയാണ്. കുറേ സ്റ്റീൽ പാത്രം വലിയ ടൂർ പോയതാണ് ജാം ജൂമുക്ക്. അവിടെ പോയിട്ടുള്ളൂ. പിന്നെ അവിടക്കൊക്കെ പോയിക്കണ ഫസ്റ്റ് പോയതാ വിജയക്കാരല്ലേ പോയത് അതിന്റെ ഹണിമൂണ് ജാം ജൂമുക്ക് പാത്രക്കടയില് വെറുതെ അന്നെന്തോ കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയതല്ലേ സാധനം അങ്ങനെയാണ്. അങ്ങനെ ടൂറൊന്നും പോയിട്ടില്ല കാര്യം. ഇതിനിപ്പൊ കുറെ സ്ഥലത്തേക്ക് ചുരം കാണാൻ ഇറങ്ങാൻ അങ്ങനെ വലിയ ടൂറുകളൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാനും പോയിട്ടില്ല കേട്ടോ. ഞാൻ ഒറ്റക്ക് പോയിട്ടില്ല. ഇത് വന്ന ഏരിയ അല്ലാതെ ഇതിനായിട്ടൊരു ഞാൻ അങ്ങനത്തെ ഒരു ക്രൈസ് ഉള്ള ആളല്ല. ഇവരുണ്ടെങ്കിൽ ഞങ്ങൾ പോകും. പോവല്ലേ നിങ്ങൾ വന്നിട്ട് പോണ്ടേ അത്രക്കുള്ളൂ. പിന്നെ ഉപ്പാക്ക് മാനന്തവാടി പോയിട്ട് മാറ്റുണ്ടോ എന്ന് ചോദിച്ചു. ഉപ്പാക്ക് മാറ്റം എന്ന് പറയാനൊന്നും ഇല്ല. അത് എവിടൊക്കെ കാണിച്ചിക്കണൊക്കെ ആ ഒരു ലെവൽ തന്നെ ഇപ്പോഴും വലിയൊരു മാറ്റം എന്ന് പറയാനൊന്നും ആ ഒരു ഇതുണ്ട്. ഇപ്പൊ ഒരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നത്തെ വാപ്പ വീണിട്ട് തലടിച്ചന് വീണിട്ട് ഇങ്ങനത്തെ ഒരു മൂല റൂമിന്റെ ഒരു മൂലയൊക്കെ വീണിട്ട് തല അടിച്ചിട്ട് ഇവിടെ ഈ ഒരു നേരെ നെറുന്തലയ്ക്കാണ് അടി കൊണ്ടു തോന്നുന്നു. അവിടെ പോയപ്പോ ആ ഒരു പാടുണ്ട്. അവിടെ അടിച്ചു കൊണ്ടൊരു 5 മിനിറ്റ് അങ്ങനെ ഒരു ബോധമില്ലാതെ അങ്ങനെ ഒന്നും ഉണ്ടാതെ അങ്ങനെ കണ്ണും മൂടി അങ്ങനെ ഉമ്മ പേടിച്ചിട്ട് പേമ്പരിയോറാണ് ഇവിടെ വിളിച്ച്. ഷെഫീഖ് അപ്പൊ ലൈനിലുണ്ട്. കോൾ ചെയ്യണ സമയത്താണ് ഉമ്മ കരയണതാണ് കണ്ടില്ലേ. ഷെഫീഖ് കരഞ്ഞു വിളിച്ച് പറഞ്ഞ് ഇപ്പൊ കൊയിഞ്ഞാടിയത് പോയി നോക്കും എന്തോ ഉമ്മ കരയുണ്ട് പറഞ്ഞ്. അതില് അമ്മാക്ക് വിളിച്ച പറഞ്ഞു വേഗം ഉപ്പാക്ക് ബോധമല്ല അതിലും മാത്ത കരിയാണ്. അതില് ഞാനും അന്നൊരു 9:30 ടൈം അയക്കണ് ഇറങ്ങി പാഞ്ഞ് അവിടെ ചെന്നത്തിന് ഏതായാലും കുഴപ്പമൊന്നുമില്ല. പറിച്ചോൻ കാത്താട്ടോ. കാരണം അമ്മാതിന്റെ അടി ഉപ്പാക്കാൻ നേറ്റിന്. പിന്നെ ഞങ്ങളെ ഒന്നാമത് പഠിച്ചോ ഞങ്ങൾക്ക് എന്താ അനുഗ്രഹം എന്താ വെച്ചാൽ ഇനിയും താത്താനും ഞങ്ങൾ എടുത്തേക്കാണ് എല്ലാരും കുജിലായി പോയി. അത് ഞങ്ങൾക്ക് എന്താ പറയാ ഇപ്പാന്റെ ഇപ്പത്തെ സാഹചര്യത്തില് ഞങ്ങൾക്കൊന്ന് മണ്ടി ചെല്ലാൻ ഇത് വേറെ എവിടെയെങ്കിലും വൈക്കടവ് ഇറക്കൽ അവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും നടക്കൂലേനി. പഠിച്ചോ ഇത് കണ്ടറിഞ്ഞ് കെട്ടിച്ചത് എന്താ അള്ളാഹ്ക്ക് അറിയില്ല. അതിന് ഞങ്ങൾക്ക് നല്ല എന്താ പറയാ ഒരു ഗുണം കിട്ടിയത് അതാണ്. അപ്പം എടുത്തേക്ക് കെട്ടിച്ചുകൊണ്ട് എന്താ മെച്ചെന്ന് വിചാരിച്ച് നമുക്ക് ഇവിടുത്തെ ഇട്ടിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയാ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുത്തെ ഇട്ടിട്ട് ഇങ്ങോട്ടും പോയാ നമുക്കൊക്കെ ഇപ്പാനെ പോയി കാണണമെങ്കിൽ കാണാം, അമ്മാനെ പോയി കാണണമെങ്കിൽ കാണാം. ഇപ്പൊ തന്നെ നാളേക്ക് നീട്ടിയേക്കാതെ ഒരു വലിയ കിട്ടലാണ്. അത് നാട്ടുകാർക്ക് തന്നെ അത്ഭുതമാണ്. ഇന്ന അടുത്തേക്ക് താത്താനെ എടുത്തേക്ക് ഇൻഷാ അല്ലാഹ് ഷെഫീഖിനൊക്കെ എങ്ങനെയൊക്കെ അടുത്തേക്ക് നോക്കണം. ആ ഒരു ഭാഗ്യാണ്. പിന്നെ ആ ചോദിച്ച ആള് അനിയത്തിക്ക് ഒരു ഹായ് തരുമോ ചോദിച്ചിട്ടുണ്ട്. അനൂസ് എന്നാ ചോദിച്ചിരിക്കണേ. അപ്പൊ അനൂസാണ് അനിയത്തി എന്നുണ്ടെങ്കിൽ ഹായ്. പിന്നെ അനൂസിന്റെ അനിയത്തി ആണെന്നുണ്ടെങ്കിൽ അനൂസിന്റെ അനിയത്തിക്ക് ഹായ്. വെഡിങ് എന്നായിരുന്നു ഷിഫ്ന ഷംന? ഞങ്ങള് കല്യാണം എന്ന് പറയുന്നത് നവംബർ 2 എന്ന ചെറിയപ്പോ വർഷം മതി 2020 ഈ നവംബർ വന്നാൽ ഞങ്ങൾക്ക് 5 കൊല്ലായി. അപ്പൊ ഷിഫ്നാന്റെ എന്ന് പറയുകയാണെങ്കിൽ ഓൾഡ് ആദ്യം നിക്കാ കഴിഞ്ഞിന് ഞാൻ വർഷം ചോർന്നല്ലേ 2017 15 14 തോന്നുന്നു. അല്ല കല്യാണം നിക്കാഹ് 2014 അപ്പൊ ഞാൻ 5 പഠിച്ചുമ്പോഴാണ് ഓള് നിക്കാഹ്. ഞാൻ 7 പഠിച്ചുമ്പോഴാണ് ഓള് കല്യാണം. പിന്നെ ഷിഫ്നന്റെ ഡേറ്റ് ചോദിച്ചിരിക്കണേ. ഷിഫ്നന്റെ ഡേറ്റ് എത്ര മാസമായി? അസിന്റെ വീട്ടിലാണോ നിക്കല്? ഓളെ ഡേറ്റ് ഇൻഷാ അല്ലാഹ് ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി 1 ഡോക്ടർ പറഞ്ഞിരിക്കുന്ന സ്കാനിങ്ങിൽ അത്രേനെയാണ്. അപ്പൊ നമ്മള് നല്ല വെയിറ്റിംഗ് ആണ്. ഒരു കുഴപ്പമില്ലാത്ത കാരണം നോക്കിപ്പോ ചെറിയ റെസ്റ്റും കാര്യമൊക്കെ അങ്ങനെ പോവാണ്. ഇപ്പോൾ പെരിയിലാണ്. അപ്പൊ നിങ്ങളെല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു കുട്ടീനെ കിട്ടട്ടെ. പിന്നെ എത്ര മാസമായി വെച്ചിരിക്കണ്? 5-6 ഈ 19-ാം തീയതി ഇന്നിപ്പോ എത്രേ? ഈ 19-ാം തീയതി വന്നാലേ 5 സ്റ്റാർട്ടിങ് ആയി. അസിന്റെ വീട്ടിലാണോ നിക്കല്? അസിന്റെ വീട്ടിൽ തന്നെ നിക്കല്. എല്ലാരും അസിന്റെ വീട്ടിലാണ് നിക്കണത്. പക്ഷെ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ചിലപ്പോ അങ്ങോട്ട് പോകും. ഇവിടുത്തെ പണി ചോറിന്നിട്ട് വേഗം ഇറങ്ങും. വൈകുന്നേരം ആകുമ്പോ ഇങ്ങോട്ട് തന്നെ കേറി. ഷിഫ്ന എപ്പോഴാണോ ഉസാറായത്? ഓൾക്ക് ക്ഷീണൊക്കെ ഇപ്പൊ മാറി വന്നോണ്ടാണ് ആ വീഡിയോ അങ്ങനെ. ഓളിപ്പോ ഇവിടെയാണ്, പെരിയിലാണ് കേട്ടോ. പിന്നെ യൂട്യൂബ് വരുമാനം കിട്ടി തുടങ്ങിയോ? കുറവ് കിട്ടിയത് എത്ര, കൂടുതൽ കിട്ടിയത് എത്ര? യൂട്യൂബ് വരുമാനം കിട്ടി തുടങ്ങിയിരിക്കണേ. ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ട് 3 മാസമായിട്ടോ. പിന്നെ അതിൽ കുറഞ്ഞത് കിട്ടിയത് ഒരു 16 റുപ്യ കുറഞ്ഞത് കിട്ടിയത്. കൂടിയത് കിട്ടിയത് ഒരു 16 റുപ്യ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെഫീഖ് ഗൾഫ് പോണ വീഡിയോ നല്ല ഓട്ടോടിയനി അതിന് കയറിയതാണ്. നിങ്ങൾ പൈസ കിട്ടും നിങ്ങൾ വിചാരിച്ചു?
ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ആ ഫസ്റ്റേ വിചാരിച്ചിട്ടില്ല. നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ഒന്നാമത്. പിന്നെ ഇതൊക്കെ ചെയ്തും കണ്ടിട്ടൊക്കെയാണ് നമുക്ക് ഇത് മനസ്സിലായത്. ആയിക്കോട്ടെ. ഇപ്പൊ അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ലേ, മറ്റേ ഗോർജിക്കും കടന്നു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മക്ക് ഭയങ്കര ഇതാക്കാം. എന്തോടാ അതിന് ലോങ് എടുക്കണമെന്ന് എനിക്ക് അറിയില്ലേ. ഇപ്പൊ നമ്മളേലാറ് ആരെന്ന് അറിയണത് അളിയാക്കാക്ക്, ഷെഫീഖിന്, ഉമ്മാക്ക്, ഉപ്പാക്ക്. കാരണം ആദ്യം നമ്മളെ ഇനിയും മുന്നിക്ക് ഇറങ്ങിന്. ഇപ്പൊ ഞങ്ങള് വിശ്വസിക്കുന്നത് ഇമ്മ ഉണ്ട്, ഇപ്പുണ്ട്, ഷെഫീഖ് ഉണ്ട്. കാരണം ഞങ്ങളിങ്ങോട്ടൊക്കെ പറ്റുന്ന രീതിക്ക് മാസം ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 ഒരു 3000 ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ കൈവന്യാണ്. കാരണം എന്താ, ഒന്നും അല്ലാത്ത ഞങ്ങള് ഇപ്പൊ യൂട്യൂബിൽ 4 ആൾ അറിയെങ്കിൽ അതും ഞങ്ങളെ കൈവന്യാണ്. അപ്പം വിചാരിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ എത്തുന്ന, ഞങ്ങൾക്ക് യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ പൈസ കിട്ടുന്ന കാര്യം എന്താ ഏതാന്നൊന്നും അറിയില്ല. അൽഹംദുലില്ലാ. ഇപ്പൊ താത്താക്ക് ഈ മഴക്കാലൊക്കെ ആയതുകൊണ്ട് അളിയാക്കാക്ക് പണില്ലേനി. കാരണം ആ ടൈമിലൊക്കെ സ്കാനിങ് ഉണ്ടാവും, ടെസ്റ്റ് ഉണ്ടാവും. കറക്റ്റ് ടൈമിലൊക്കെ യൂട്യൂബിലത്തെ പൈസ അക്കൗണ്ട് വിട്ടുകൊടുക്കും. ഇനി ഞങ്ങൾ കിട്ടുന്ന പൈസ എങ്ങനെയാന്ന് വെച്ചാല് 15,000 ആണെങ്കിൽ 3 ഷെയറാണ്. താത്ത ഷെഫീഖ് ചെറിയാപ്പു. ഇതില് ഞങ്ങളില്ല, ഓലാണ് ഷെയർ ആക്കുന്ന ആൾക്കാര്. കറക്റ്റ് ആയിട്ട് ഓല് വീതിച്ചു കൊടുക്കും. ഒരാൾക്ക് കൂടുതലോ ഒരാൾക്ക് കുറവോ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇത്രയല്ലേ ഒരു ഗ്രൂപ്പാണ്, ക്രേസി ഫാമിലി ഗ്രൂപ്പ്. അല്ലെ നമ്മള് പൈസ ഇങ്ങനെ വീതിക്കും. ഈ 4 ഷെഫീഖിനും 4 ഇബൽക്കൊക്കെ വിട്ടുകൊടുത്താണ്. ഇതിലൊരാൾക്ക് കുറവ് അല്ലെങ്കിൽ ഇത്ര വീഡിയോയിലല്ലേ വന്നിട്ടുള്ളത്, ആ ഒരു ഇതില്ല കിട്ടണ. അത് അതുകൊണ്ടാണ് പഠിച്ചത് ഞങ്ങൾക്ക് പിന്നെയും പിന്നെ ഇത് കൂട്ടി തരുന്നത്. അപ്പൊ ഇല്ലത് എല്ലാവർക്കും ഒരേമാതിരി വരിക. കാരണം ഞങ്ങള് തുടങ്ങിയത് ഞങ്ങളെല്ലാരും ഒപ്പാണ്. അപ്പൊ അവസാനം വരെ ഞങ്ങളോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അല്ലേ, 2 ചാനൽ ആക്കിക്കൂടെ. ആക്കാന് പറ്റൂല. കാരണം ഇത് തുടങ്ങിയത് വേറെ ആരും അല്ല, ഇതിലൊരാളും ഇല്ല, ഞാനും സിഡ്നിയും. രണ്ടാളാണ് ഇതിന് എഫേർട്ട് എടുത്തത്. ഓലാണ് തീരുമാനിക്കേണ്ടത് രണ്ടാക്കണോ രണ്ടാക്കണ്ടേന്നൊക്കെ. അതൊക്കെ ഓലതാണ്. അത് ഓല അതിന് സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ ഇത് മാണ്ടാന്നും പറയും. അതാണ് ഇന്റെ ഇത്. കാരണം എന്താ വെച്ചാല് ഞങ്ങള് ലാബ് പോയ ടൈമില് പട്ടിപ്പണി എടുത്തിട്ട് എന്താ പറയാ, എങ്ങനെയാ വെച്ചാല് രാവിലെ ഒരാള് ലാബ് കയറണം, ഒരാൾക്ക് ലീവ് ആക്കാനും. അന്ന് 7 മണിക്ക് ലാബിലെത്തി 12 മണി വരെ ലാബ്. ഞാൻ ആദൂനായിട്ട് ഞായറാഴ്ച ലാബ് പോകും. എന്നിട്ട് ഞാൻ ഇന്ന് ലാബ് കയറുകയാണെങ്കിൽ മറ്റോൾ അപ്പോത്തിന് പണിയെടുത്ത് 12 മണിയാകുമ്പോത്തിന് പെരിയിലെത്തണം. 1 മണി 12ന്റെ ഉള്ളിൽ പെരിയിലെത്തിയിട്ട് ഒരാഴ്ചക്കുള്ള ഷോർട്ട് ഒരു 2 ലോങ് കൊടുത്തേച്ച് അന്ന് ഞങ്ങൾ ആഴ്ചയിൽ 4 ദിവസം അല്ലെങ്കിൽ 5 ഏത് ലാബ് പോയിട്ട് പേഷ്യന്റ് ഇല്ലാത്ത ടൈമിൽ ബുക്കിൽ എഴുതിയ കുന്ന കണ്ടന്റ് ചെയ്യണം. എത്ര മണി മുതൽ ഇത്ര മണി വരെ 1, എത്ര മണി മുതൽ ഇത്ര മണി വരെ 2. അന്നൊക്കെ തല പുകഞ്ഞൊരു ടൈം ഉണ്ടായിന് കേട്ടോ. കാരണം അന്നത്തെ അധ്വാനം കൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് നഷ്ടല്ല, ലാഭം. അന്നൊന്നും നമുക്ക് അറിയില്ല എന്തിട്ടാലാ കേറുക, എന്തിട്ടാലാ അറിയില്ല ലോങ് എന്താണ്, ഷോർട്ട് എന്താണ്, ഇതെങ്ങനെയാണ്. ഇട്ടാ കാണു വെച്ചാ കാണോ, കണ്ടില്ല വെച്ചാ കണ്ടില്ല. ഇതൊക്കെ പിന്നെ ആദ്യം കുറെ ആൾക്കാർ വീഡിയോസുകൾ ഇങ്ങനെ കാണും. കുറെ ആൾക്കാർ വീഡിയോസ് അങ്ങനെ കണ്ട ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മള് നല്ലോണം ചിത്രം വരക്കും, പിന്നെ നല്ലോണം മൈലാഞ്ചി ഇടും, മേക്കപ്പിന്റെ കാര്യങ്ങൾ അതും നല്ലോണം അറിയും. എല്ലാ സംഗതികളിലും ചെറിയ ചെറിയ പിന്നെ അങ്ങനത്തെ ഒരു ഇതില്ലേ, ആ ഒരു കഴിവുകൾ കുറെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഇത് അങ്ങനെ ഉഷാറായത്. മറ്റോക്കും ഇതേമാതിരി തന്നെ ഈ ഇപ്പി നല്ലോണം വരക്കുവേനി. ഇപ്പൊ നല്ലൊരു കലാകാരനാണ്. ആ ടേസ്റ്റ് ഇബൾക്കും കിട്ടിയിരിക്കണ്, ഓക്കും കിട്ടിയിരിക്കണ്. അപ്പൊ ഓൾക്ക് രണ്ടാക്കും ഇതിന്റെ ഒരു ഇതുണ്ട്. ആ സംഗതിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എഡിറ്റ് ചെയ്യണം, എഡിറ്റിംഗ് അറിയണം, അല്ലാതെ ഇത് മുന്നോട്ട് പോകില്ല. ഇതിപ്പോ ഞങ്ങളെ വീഡിയോസ് ഒക്കെ ഒരു ഷോർട്ട് ആണെങ്കിൽ എടുത്തതിൽ മുന്നെയാണ്. അപ്പൊ ഞാൻ വരുമ്പോ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ നോക്കുക ഓൻ എങ്ങനെ എഡിറ്റ് ചെയ്യണം, ഓൻ എങ്ങനെ എടുക്കുക. കാരണം നമുക്ക് അറിയാത്തത് ഓൻ പഠിപ്പിച്ചു തരും. അപ്പൊ അങ്ങനെയാണ് യൂട്യൂബിന്റെ അത്. ആകാതെ പോട്ടെ, എല്ലാരും പാടെ അവസാനം വരെ പോട്ടെ. പോകും പിന്നെ 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 ഷംനന്റെ ട്രെയിനിങ് കഴിഞ്ഞോ? ജോലിക്ക് എന്താണ് പോവാത്തത്? ഇന്റെ ട്രെയിനിങ് ഞങ്ങൾ രണ്ടാളും ഒപ്പേന് പോയിന്. ഒപ്പം ട്രെയിനിങ് കഴിഞ്ഞില്ലാണ് ഒക്കെ പള്ളിയിൽ ഉണ്ടായ. പിന്നെ ആദോന് ഒരു 3 3.5 വയസ്സായപ്പോ ഞാൻ വിചാരിച്ചു നഴ്സറി ചേർത്താ. ചെറിയ പറഞ്ഞു ട്രെയിനിങ്ങിന് പോകാതെ ഓന് മടിയേനി. അപ്പൊ മടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കുറച്ച് നിർത്തിയാണ്ട് ഓനൊന്ന് നഴ്സറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയി കൊടുക്കുന്നിട്ട് നേരം വെളുക്കുക, ചത്തടി വായ, പിന്നെ വൈകുന്നേരം ആകുമ്പോ വരിക. പിന്നെ ഓൻ്റെ അപ്പൊ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓനെ നഴ്സറിയിൽ ഞാൻ തന്നെ കൊണ്ടാക്കി കുറച്ചു നേരം കിട്ടി കൊണ്ടുവന്ന് അങ്ങനെ ചേലാക്കി പോക്ക് തുടങ്ങിയേക്കണം. നഴ്സറി കുറച്ച് ദൂരെയാണ്, നടന്നു വണ്ടിമ തന്നെ പോണം. അപ്പൊ ഇനി ട്രെയിനിങ് ഒക്കെ ഏതായാലും കഴിഞ്ഞത്. ഇപ്പൊ സെക്കൻഡ് ഇയറത്തെ റിസൾട്ടും കാര്യമൊന്നും വന്നിട്ടില്ല. ഇനി കേറണം. ചിലപ്പോ ഇതിലെ തന്നെ പോകുക, അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ നോക്കും.
പിന്നെ എന്താണ് ചെറിയാപ്പ് താടി വടിക്കാതെ ഒരു ലുക്ക് ചേഞ്ചിങ് ചാലഞ്ച് എടുക്കുമോ? താടി ഞാൻ പഠിച്ചാ വളരെ ബോറായിരിക്കും കേട്ടോ. താടി വടിക്കാതെ ഇങ്ങനെ ഇങ്ങനെ ഇതിന്റെ മേലേക്ക് പറഞ്ഞ ഇഷ്ടല്ല, ഇങ്ങനെ കൊണ്ടിരിക്കണം. പിന്നെ ആദുവിന്റെ റിയൽ നെയിം എന്താണ്? ഓന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, August 15, 8/2020. പേര് ഐദിൻ ആദം. പേരിടലൊക്കെ വിറ്റേനി. ഞാൻ പറഞ്ഞത് അബൂദർ ആയിക്കളായിരുന്നു ഒരു പേര്. ഞാന് ഒരു 8-9 മാസമായപ്പോ ഞാന് പേര് കണ്ടെച്ചീനി. 2-3 പേര് ചെറിയപ്പോ വാട്സപ്പ് ഇങ്ങനെ ഇട്ടുകൊടുത്തു. മൂപ്പർക്ക് യാതൊരു റിപ്ലൈ ഇല്ല. അതിൽ ഞാൻ അമ്മാനോട് താത്താനോടൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളൊരു പേര് കണ്ടെത്തിനി. എല്ലാരും പാട് കുത്തിരുന്നിട്ട് ഒരു പേര് കണ്ടെത്തി. അതിനാത് ആക്ക. അല്ലെങ്കിൽ ആദ്യം വിചാരിച്ചിനി അമാൻ റാഷിദിന്റെ റാഷി. അതിൽ ചെറിയാപ്പിച്ചയില് റിപ്ലൈ ഇടാത്തോണ്ട് ഞാൻ വിചാരിച്ച് അത് വേണ്ട, ആ റാഷി പേട്ടിട്ട് അവിടെ വേണ്ട. പിന്നെ ഐദിൻ ആദം അതിലുണ്ടല്ലോ, ഐദിനും ഉണ്ട്, കുഴപ്പമില്ലാത്ത നല്ലൊരു പേര്. അങ്ങനെ വിചാരിച്ച്. പിന്നെ പ്രസവം കഴിഞ്ഞ് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഫോമും കാര്യമൊക്കെ പൂരിപ്പിച്ചു കൊടുത്തപ്പോ ചെറിയാപ്പയാണ് അബൂദറല്ല, അബൂദർ. അത് നമ്മള് പന്തളിച്ച ആൾക്കാരല്ലേ, അപ്പൊ അങ്ങനെ മൈക്കിലൊക്കെ വിളിച്ചറിയാലോ, സ്റ്റോപ്പർ ബാക്ക് എന്നൊക്കെ പറയണ്ടേ. അപ്പൊ അബൂദർ എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ ഓൻ കുറച്ച് ഉണ്ട് കേട്ടോ. പിന്നെ വേറൊന്ന് പറഞ്ഞു, പിന്നൊന്ന് മുഹമ്മദ് ഓസിലോ, അത് ഓസിൽ മുഹമ്മദ്, അതും പറഞ്ഞു. രണ്ടും പേർക്ക് പറ്റിയില്ല. അവിടെ കൊടുത്തു, ഫോം കൊടുത്തിട്ടാണ് ബാപ്പ കുട്ടിക്കുള്ള പേരേറ്റ് വരുന്നത്. കിട്ടിയിരിക്കണ ഇച്ച അങ്ങനെയൊക്കെ വിരാന്താണ്. ഇനി ഓളെ കുട്ടികളെ പേരായാലും ഞാൻ കണ്ടു. അന്നേ കൊറോണക്ക് ഇവിടെ കുടുങ്ങിക്കണ സമയല്ലേ, പൈസ എവിടുന്ന കിട്ടാന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പായണ സമയത്ത് നമുക്ക് എവിടെ പേരാലോചിച്ചു. ആ ഒരു സമയൊക്കെ പടച്ചോനെ എങ്ങനെ കഴിഞ്ഞു പോയത് പടച്ചതമ്പുരാൻ അറിയുള്ളൂ. ഒപ്പം പ്രസവം ഒപ്പം ഒക്കെ പാടൊപ്പിനിട്ടോ മത്സരം ഇത് രണ്ടും. നമ്മളെ ഉമ്മയല്ലേ തേജുദില് നമ്മളെ കാര്യം മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. അതാണ് എവിടെ ഒരു തടസ്സമല്ല, അതങ്ങനെ എവിടെ ചെറുപ്പം മുതൽ ഇന്ന് വരെ പൈസ നമ്മണ്ടല്ലോ, പക്ഷെ നമ്മളെ കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിലങ്ങനെ പോകുന്നുണ്ട്. എവിടെ ഒരു തടസ്സങ്ങളും ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാകാതെക്കട്ടെ, ആർക്കും ഉണ്ടാകാതെക്കട്ടെ. അതൊക്കെ നമ്മളെ ഉമ്മൊക്കെ മുടങ്ങാതെ ഈ തേജുദ് അങ്ങനെ നിസ്കരിക്കണല്ലേ. തേജുദ് ഒരു ഇതാണല്ലോ, ഒരു പവറല്ലേ. പിന്നെ ചെറിയാപ്പും ഷിഫ്നയും നിലമ്പൂർ എവിടെയാണ്? ഞങ്ങള് ഉപ്പട പോത്തുകൽ റോഡ്, മുണ്ടേരി റോഡില്ലേ, ആ ഒരു ഉപ്പട പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ളത് കേട്ടോ. എല്ലാരും ആ ഒരു ഏരിയ തന്നെയുള്ളത്. ഫാമിലിന്റെ വരെ ഞങ്ങളെ വരെ എല്ലാരും ഒരു സ്ഥലത്താണ്. കെട്ടിച്ചതും മാപ്പന്റെ വരെയും ഒക്കെ. പിന്നെ ഇനി ഒരു നല്ല വിസ കിട്ടിയാൽ ഗൾഫിൽ പോകുമോ? പ്രവാസ ജീവിതം ഒഴിവാക്കാനുള്ള കാരണം. നല്ല വിസ കിട്ടിയാൽ ഇപ്പൊ ഞാൻ പോകാൻ ഉദ്ദേശിക്കണില്ല. ഇനിയിപ്പോ നാളത്തെ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ഏതായാലും അൽഹംദുലില്ലാ പോകാൻ ഉദ്ദേശിക്കണില്ല. ഇനി ഇൻഷാ അള്ളാ ഇനിയിപ്പോ നാളത്തെ കാര്യം നമുക്കറിയില്ല. ഇനിയിപ്പോ നാളെ എന്താ സംഭവിക്കാൻ പോണെന്നും അറിയില്ല. അതൊക്കെ അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു ഇതുപോലെ ഇരിക്കും പോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഗൾഫ് നിർത്തിയത് ഫാമിലിന്റെ ഒപ്പം കുറച്ചു കാലം കഴിച്ചു കൂട്ടാന്നുള്ളൊരു ഇതുകൊണ്ടാണ്. ഒന്നാമത് എന്താ വെച്ചാൽ ചെറിയാപ്പ ഓരോ വരവ് പോകുന്നതോട് ചെറിയാപ്പൂന്റെ കരച്ചിന്റെ ഒച്ച നാട്ടാര് കേൾക്കണം. ആദ്യം കല്യാണം ഒക്കെ കഴിയണതിന്റെ മുമ്പ് ഫാമിലി ആയിട്ട് ടൂറ് പോണ പോയിട്ട് വരാറുണ്ട്. നല്ല ചിരിച്ച് നല്ല കളിച്ചിട്ടാണ് ഞാൻ ഗൾഫൊക്കെ പോയത്. കാരണം നമ്മൾ എത്തിങ്ങാലും അവിടെ ഇവിടെ ഒക്കെ നിന്ന് പഠിച്ചോണ്ട് വീട് വിട്ടു പോകുക എന്നുള്ളത് നമുക്കൊരു പ്രയാസമുള്ള കാര്യമല്ലേ. ഇനി അന്ന് ഷെഫീഖിനോട് ചെറിയ പുൻഷേഡൊക്കെ ചെയ്ത് നല്ല കിളിപ്പച്ച ഷൂ, ഏതോ ഷൂ ഉണ്ടായിന്, ആ ഷൂ ഒക്കെ ഇട്ട് നല്ല ഡീസന്റിൽ ഇറങ്ങിപ്പോണ്. ഓനെ പോക്കണ്ട വിചാരിച്ചു ടൂർ പോകണം. അമ്മാതെ വൈബിലേനി ഗൾഫൊക്കെ പോയിന് പറഞ്ഞു. പിന്നെ ഒരു ഫാമിലിമാൻ ആയപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഇറങ്ങി പോകുമ്പോ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അതൊക്കെ ഉണ്ടായിട്ട് ഞാൻ പോയത് പടച്ചോനെ കാര്യം പറയാൻ തേങ്ങി കരഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞിട്ട് എന്നോട് അളിയൻ ചീത്ത പറഞ്ഞിട്ട് എന്താ പനി കാട്ടുന്ന പറഞ്ഞിട്ട് അങ്ങനെ അത്രയും സങ്കടമൊക്കെ വന്നേനി. അതിലാണ് പിന്നെ നമുക്കൊരു ഒന്ന് ചവിട്ടിയാണ്ട് നോക്കുകയാണെങ്കിൽ. പിന്നെ വരുന്നത് ആദൂന് 1.25 വയസ്സായപ്പോ പിന്നെ 2 മാസം നിന്ന് പിന്നെയും പോയപ്പോ ആ നൊലോളിന്റെ മൂക്ക് കൂടെ അല്ലാതെ കുറഞ്ഞിട്ടില്ല. അതില് ചെറിയാപ്പൂ പറഞ്ഞു പെര അതിന്റെ ശേഷം നിർത്താളൂ. നമ്മളെല്ലാരും ഗൾഫിക്ക് പോണതും ഒരു വീട് നമ്മളിപ്പോ ഒരു മെയിൻ പ്രവാസിന്റെ ഒരു സ്വപ്നം, ഒരു നോർമൽ പ്രവാസിന്റെ സ്വപ്നം. പിന്നെ കടയും കളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആയപ്പോ പിന്നെ ചെറിയാപ്പിനോട് ചോദിച്ച് ഞാൻ ഗൾഫ് നിർത്തി പോന്ന എനിക്ക് എന്തെങ്കിലും പറയാണ്ടോ? ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിത്തരും, പക്ഷെ ചിലപ്പോ 2 മാസം നീങ്ങിന്ന് വരും, അല്ലെങ്കിൽ 4 മാസം നീങ്ങി കിട്ടിയില്ലാന്ന് വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവിടെ വന്നതിന്റെ ശേഷം പിന്നെ കുത്തി അപ്പൊ ഞാൻ നിങ്ങളോട് കൂലി എല്ലാം നമുക്കുള്ളതുകൊണ്ട് പോകാനോ ആ പറഞ്ഞിട്ട് 4-ാമത്തെ ദിവസം ഓഫീസിൽ പോയി പറഞ്ഞ് ഞാൻ എത്തിച്ചു.
ഇമ്മാക്കും ഞാൻ ഇവിടെ നിൽക്കാൻ തന്നെ എന്റെ താല്പര്യം. ഇമ്മാക്കും എന്റെ കുട്ടിഞ്ഞ് പോകണ്ട ഇവിടെ നിന്നോ. നമ്മളോരോ പോക്കും നമ്മളെ ഉമ്മമാർക്ക് നമ്മളെന്താ അറിയാലോ, നമ്മളിങ്ങനെ പോകുമ്പോഴേ. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് പെങ്ങന്മാരും ഉമ്മൊക്കെ പറയാം കജ്ജെങ്കിലും ഇവിടെ നിന്ന്. ഓലൊക്കെ പോകാൻ പറയണ എന്താണ് ഇഞ്ഞ് ഓല് കഷ്ടപ്പെട്ട മാതിരി നമ്മളെ കുടുംബം കഷ്ടപ്പെടേണ്ട വെച്ചിട്ടാണ് ഓല് ഇങ്ങനെ പോയിക്കോന്നൊക്കെ പറയണത്. ഇപ്പൊ 18 കൊല്ലം പ്രാർത്ഥന കിട്ടിയിട്ട് എന്താ കിട്ടിയോ? ഓ ആനെ ഇപ്പൊ 20 കൊല്ലല്ലേ, 18 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഇപ്പൊക്കെ ഒരു വീട്, പിന്നെ ഒരു സ്ഥലം ഒന്നും കിട്ടിയില്ല. ഒരു താത്താനെ കെട്ടിച്ചു. അന്നെ കെട്ടിച്ചതാ? ഇന്ന കെട്ടിച്ചല്ല, അന്നെ കെട്ടിച്ച ആ സമയത്ത് ഇപ്പൊ നിർത്തിയില്ലേ? നാട്ടിൽ നിൽക്കണ എല്ലാരും പാടെ തിന്ന് കുടുംബം. പിന്നെ ഇങ്ങോട്ട് ഇപ്പൊ അത്രയും വർഷം നിന്നിട്ട് ഇപ്പാക്ക് ഒന്നും നേടാൻ കഴിഞ്ഞ ഓരോരുത്തരെ ഇതാണ്, നമ്മളൊരു ഇത് പറയല്ല. പക്ഷെ പിന്നെ കുറെ ആൾക്കാർ അതുകൊണ്ട് കുറെ ആൾക്കാർ പൈസയും കൊണ്ട് മുങ്ങലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം, ബിഹൈൻഡ് സീൻ വീഡിയോ ചെയ്യുമോ? യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എന്ന് പറയണെങ്കിൽ എന്റെ ഉമ്മ പറഞ്ഞത് ഞാൻ തുടങ്ങിയാണ്. കാരണം തുടങ്ങിയ എന്താ വെച്ചാൽ ഇപ്പാന്റെ അസുഖം യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാല് ഇപ്പാന്റെ അസുഖമുള്ള ആൾക്കാര് ഉണ്ടാവും. കാരണം ഈ അസുഖം എന്താണെന്ന് പറഞ്ഞ് എവിടെ പോയിട്ട് ഒരു ഇത് കിട്ടിയിട്ടില്ല. യൂട്യൂബില് ആ ഒരു ഇപ്പാന്റെ അസുഖത്തിന്റെ വീഡിയോ ഇട്ട് കുറെ ആൾക്കാർ ഞങ്ങളപ്പാക്ക് ഇതുണ്ട്, ഞങ്ങളമ്മാക്ക് നിങ്ങളപ്പാക്ക് തരിപ്പോണ്ട്, നിങ്ങളപ്പാക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് ചോദിച്ചിട്ട് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതേ ഇപ്പാന്റെ അസുഖം അങ്ങനെ പറഞ്ഞ് ഇട്ട് നോക്കുകയും കുറെ ആൾക്കാരുണ്ടാവും ഉപ്പാന്റെ മാതിരി. പഠിച്ച ഉപ്പാന്റെ മാത്രമല്ലല്ലോ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവുക. അതിൽ ആ ഒരു വാശിപ്പുറത്ത് ഞാൻ ലാബ് പോയി, ഞാൻ അപ്പൊ തന്നെ ഇതാക്കി. അന്ന് ഞാൻ ലാബ് 8 മണിക്കൊക്കെ കയറിപ്പോ. ഒരു 10 മണിയായപ്പോ മറ്റോള് സിഫിന് വന്ന്. അതിൽ ഞാൻ ഓളോട് ചോദിച്ച് ഇജ്ജ് യൂട്യൂബ് തുടങ്ങുന്നുണ്ടോ? അല്ല ഞാൻ യൂട്യൂബ് തുടങ്ങുന്നുണ്ട്, ഇജ്ജ് ഉണ്ടോ ചോദിച്ചു. അന്ന് ഇജ്ജ് തുടങ്ങിക്കോ നമുക്ക് എന്തെങ്കിലും ഇടാറിന്. അങ്ങനെ തുടങ്ങിയതാണ്. 6 മാസം കൊണ്ട് മാഷാ അള്ളാ 37K സബ്സ്ക്രൈബ് ഇപ്പൊ ഞങ്ങള്. മറ്റൊരു നല്ല സപ്പോർട്ട് ചെയ്തേക്കുണ്ടോ? ഫസൽ ഫാമിലി ഓലിൽ കൂടിയാണ് ഞങ്ങള് കേറുന്നത്. അല്ലെങ്കിൽ അറിയാത്തൊരു പ്ലാറ്റ്ഫോമിൽ 4 ആള് ഒറ്റയ്ക്ക് അറിയാന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല. എത്രങ്ങാനും ആൾക്കാർ ഇങ്ങനെ തുടങ്ങിയിട്ട് സക്സസ് ആകാതെ പോയിക്കുന്നത്. നമ്മളിത് പെട്ടെന്നാണ് പൊന്തിയതാണ്, അത് ഓല് കാരണമാണ് അത് പൊന്തിയത്. അതിനുള്ള നന്ദി ഓലോട് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ 2 ചാനലാക്കിക്കൂടെ എന്നാണ് ഒരു ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അതിപ്പോ നമ്മള് റിപ്ലൈ പറഞ്ഞില്ല. 2 ചാനൽ നമ്മൾ ഇപ്പോഴും നല്ല ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടാകണമെങ്കിൽ ഇനിയിപ്പോ ഉഷാറൊക്കെ ആവുമ്പോ കുക്കിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെ ഒരു ചാനൽ തുടങ്ങാനല്ലാതെ 2 പരിപാടി ഏതെങ്കിലും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി 2 ക്വസ്റ്റ്യനും പാടിയുള്ളൂ അല്ലേ? ജീവിതത്തില് മറക്കാൻ പറ്റാത്ത അനുഭവം അതാണ്. എനിക്കെന്താ എന്താ പറയാ, അങ്ങനെ കൊറേ അനുഭവങ്ങളുണ്ട്. എനിക്കെന്താ വെച്ചാല് ഞാന് മറ്റേ ഫസ്റ്റ് റൂമിൽ ഇറങ്ങിയപ്പോൾ ചെറിയാപ്പ് ഇന്നെ കാത്ത അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഉമ്മ പറഞ്ഞ് കുട്ടിനെ കാട്ടി കൊടുത്തപ്പോഴും ചെറിയാപ്പ് കുട്ടിനെല്ലാം നോക്കണ, ഓക്കെ എവിടെ, ഓള് ഓക്കെയാണോ, ഓക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം ഞാൻ ഫസ്റ്റ് റൂമിക്ക് കയറുന്നതോറും ചെറിയാപ്പ് വിട്ട് ഓരോ സ്റ്റെപ്പ് താഴത്തേക്കിറങ്ങി പോവുകയാണ്. ഞാൻ കേറുമ്പോൾ വേറെ ഉള്ള പെണ്ണുങ്ങൾ കരിയാണ്. അപ്പൊ ഞാൻ ഒച്ച ഉണ്ടാകുമ്പോ അപ്പൊ ഞാനിത് എന്റെ ഒച്ചങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ ഒച്ച ഉണ്ടാക്കാൻ നിൽക്കുമ്പോ എന്റെ മൈൻഡിൽ തരുന്നത് ചെറിയാപ്പ് ഉമ്മയും കേക്കല്ലേ, ഓൽക്ക് ഇടങ്ങേറാവൂലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ സഹിച്ച് കടിച്ച് എന്റെ ഒച്ച ഞാൻ പുറത്തേക്ക് ഇതാക്കിയിട്ടില്ല. പിന്നെ ഉമ്മ ഇങ്ങനെ പറഞ്ഞേനി അന്നെങ്ങനെ ചോദിച്ചു. ഞാൻ പിന്നെ നഴ്സിനോട് ഞാൻ ചോദിച്ചു എനിക്ക് ഓലൊന്ന് കാണണം, ഒന്ന് ഉള്ളിലേക്ക് വിടുമോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ CCTV ഉണ്ട്, ഡോക്ടർ കാണും, ആണുങ്ങളെ ഉള്ളിൽ കയറ്റാൻ പറ്റൂല. അത് ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് ആദ്യം ചോദിച്ചത് ചെറിയാപ്പൂനെയാണ്. അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോഴും മൂപ്പര് അവിടെ ഇങ്ങനെ കാത്തിട്ടുണ്ട് എന്നെ. ഇന്റത് മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ വീടുണ്ടല്ലോ, നമ്മള് അതെ തറവാട്ടാരമാരൊരു വീട് തന്നെ നമ്മളതും. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോഴും നമുക്ക് ആ വീട് തന്നെയാണ്. അത് കഴിഞ്ഞ് 1 വർഷത്തിന്റെ ഉള്ളില് പിന്നെ എനിക്ക് വീടാക്കാൻ പറ്റി. പിന്നെ എല്ലാരും കേറുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആദൂനെയും ബെളിയും ഇമ്മാനെയും പെങ്ങന്മാരെയും എല്ലാരും കൂടെ ആ കേറുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ ആ പെരേക്ക്. വീട് വരുമ്പോ ഒരു സ്വപ്നമാണല്ലോ, ആ കേറുന്ന ഒരു രംഗാണ് എനിക്കുള്ള മറക്കാൻ പറ്റാത്ത അനുഭവം. അപ്പൊ കഴിഞ്ഞില്ല ക്വസ്റ്റ്യൻസ്? അത്രയാണ്. അപ്പൊ ഞങ്ങള് എല്ലാത്തിനും ഞങ്ങൾ റിപ്ലൈ നിൽക്കണ്. അപ്പൊ ഞാൻ വൈൻഡപ്പ് ആക്കല്ലേ? അപ്പൊ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.